ഉപവിദ്യാഭ്യാസ ഡയറക്ടറുടെയൊക്കെ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് വിചിത്രം തന്നെയാണ്. ഇങ്ങനെ പരിശോധന നടത്തി ഫിറ്റ്നസ് നൽകിയപ്പോൾ എന്തുകൊണ്ട് ആ സ്കൂളിന് ഫിറ്റ്നസ് നൽകി എന്നുള്ള ചോദ്യത്തിന് അതൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ള വിചിത്രമായ മറുപടി. പ്രധാന അധ്യാപികയ്ക്ക് വന്ന ഗുരുതരമായ വീഴ്ച, KSEB അധികൃതർക്ക് വന്നിട്ടുള്ള ഗുരുതരമായ വീഴ്ച, വരും ദിവസങ്ങളിൽ തുടർ നടപടികൾ ഉറപ്പായും ഉണ്ടാകും. ഇപ്പോൾ എന്തായാലും പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ ഉണ്ട്. അതിനിടയിൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചില ആശ്വാസ നടപടികൾ, ആ കുടുംബത്തിന് ചില ആശ്വാസ നടപടികൾ ഉണ്ടാകുന്നു. നേരത്തെ പ്രഖ്യാപിച്ചതിൽ നിന്ന് കൂടുതലായി ഈ മിഥുൻ്റെ സഹോദരൻ്റെ +2 വരെയുള്ള വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്നടക്കമുള്ള പ്രഖ്യാപനങ്ങളും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. വലിയ പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. കൊല്ലം തേവലക്കര ഹൈസ്കൂളിലേക്ക് വിവിധ സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിന് നേരെ പോലീസിൻ്റെ ജലബീരങ്കി പ്രയോഗമുണ്ടായി. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. സ്കൂളിലേക്ക് BJPയും ABVPയും നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സ്കൂളിലേക്ക് മാർച്ച് നടത്തിയ RYF പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പാലക്കാട് ചിറ്റൂരിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് നടത്തിയ BJP മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു. അരുൺ രാജ് തേവലക്കര സ്കൂളിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ രാജ്, ഇതിൽ ഗുരുതരമായ അനാസ്ഥ വ്യക്തമായിരിക്കെ സ്വാഭാവികമായും വലിയ പ്രതിഷേധം ഉയർന്നു വരും. ഇന്നലെ കണ്ടതിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ കടുത്ത പ്രതിഷേധത്തിനാണ് ഇന്ന് ആ സ്കൂൾ പരിസരം സാക്ഷ്യം വഹിച്ചത്. ഒപ്പം തന്നെ പാലക്കാട്ടും മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധം നടന്നു. ഇത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വീഴ്ചയാണ്. കേവലം പ്രധാനാധ്യാപികയെയോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെയോ അല്ലെങ്കിൽ KSEBയുടെ ഉദ്യോഗസ്ഥരെയോ കുറ്റപ്പെടുത്തേണ്ടതോ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടതോ ആയ വിഷയമല്ല. ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഗുരുതരമായ സർക്കാർ അനാസ്ഥയുടെ തെളിവായി ഈ വിഷയം മാറുകയാണ് എന്ന വിമർശനം ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം. ഇന്ന് കണ്ടത് എന്താണ് അരുൺ രാജ്? റിജിത്ത്, ഇന്ന് ഈ തേവലക്കര സ്കൂളിലേക്ക് നടത്തിയത് സമാനതകളില്ലാത്ത പ്രതിഷേധമാണ്. പ്രതിപക്ഷ യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ എല്ലാം തന്നെ വലിയ പ്രതിഷേധം ഈ സ്കൂളിന് നേരെ ഉയർത്തി. സ്കൂളിന് സമീപത്തായി ബാരിക്കേഡ് വെച്ചുകൊണ്ട് പോലീസ് ഇതിനെ തടയാൻ ശ്രമിച്ചു. പക്ഷേ തുടക്കം മുതൽ തന്നെ അത് ആദ്യഘട്ടത്തിൽ BJPയുടെ പ്രകടനമാണ് ഇവിടെ കടന്നു വന്നത്. BJPയുടെ പ്രകടനത്തിന് ഈ ബാരിക്കേഡ് ഭേദിച്ചുകൊണ്ട് പ്രവർത്തകർ ഉള്ളിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ പ്രവർത്തകരെ തടയാൻ പോലീസിന് പിന്നീട് കഴിഞ്ഞില്ല. ഒടുവിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. രണ്ടാമതായി ഇവിടേക്ക് വന്നത് RYFന്റെ പ്രവർത്തകരാണ്. തെരുവിലൊരു യുദ്ധമായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. തെരുവിൽ RYF പ്രവർത്തകരും പോലീസും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. ഒടുവിൽ വളരെ പാടുപെട്ടാണ് RYFന്റെ പ്രവർത്തകരെയും പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. പിന്നാലെ എത്തിയ KSU പ്രതിഷേധം അത് എല്ലാ സീമകളും ലംഘിച്ചിരുന്നു. ബാരിക്കേഡുകൾ പൂർണ്ണമായും ഭേദിച്ച് ഉള്ളിലേക്ക് കടന്നു. പോലീസിന്റെ എല്ലാ ബാരിക്കേഡുകളെയും മറികടക്കാൻ പോകുന്ന ശേഷി ആ KSUവിന്റെ പ്രകടനത്തിനുണ്ടായത്. പ്രധാനമായും അവർ ആരോപിക്കുന്നത് സ്കൂൾ മാനേജ്മെന്റിന് കടുത്ത വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ്. ഈ മാനേജ്മെന്റിന്റെ വീഴ്ച അത് സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടായിരുന്നു KSU ഈ മാർച്ച് സംഘടിപ്പിച്ചത്. ഒടുവിൽ മുതിർന്ന നേതാക്കളടക്കം ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കിയതിന് പിന്നാലെയാണ് അറസ്റ്റ് ചെയ്ത് ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കിയത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരു ഒരു ഏരിയ അത് പൂർണ്ണമായും വലിയ രീതിയിൽ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. വരും മണിക്കൂറിലും സമരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് വിന്യാസം ഈ പരിസരങ്ങളിലെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. MLAക്കെതിരെയും പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യം ഇന്ന് കണ്ടതാണ്. MLA ഓഫീസിനെതിരെയും വലിയ പ്രതിഷേധമുണ്ടായി. എന്തായാലും ഈ മിഥുൻ്റെ സംസ്കാര ചടങ്ങുകൾ നാളെയാണ് നടക്കുന്നത്. പക്ഷേ നാളെ ഈ സ്കൂളിൽ പൊതുദർശനമടക്കം ക്രമീകരിക്കാൻ നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ സ്കൂളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിൻ്റെ ചുമതലയുള്ള CPMന്റെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ഈ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മുൻ MP കൂടിയായ സോമപ്രസാദ് അടക്കമുള്ളവർ ഈ സ്കൂളിൽ എത്തിച്ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. കാരണം നാളെ പൊതുദർശനമടക്കം മിഥുൻ്റെ പൊതുദർശനമടക്കം ഈ സ്കൂളിലാണ് നടക്കേണ്ടത്. അതിൻ്റെ ക്രമീകരണങ്ങൾ കൂടി ഇപ്പോൾ ഇവിടെ നടത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് സ്കൂളിന്റെ പരിസരം വലിയ സമരങ്ങൾക്കാണ് വേദിയായത്. ശരി, അരുൺ രാജ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.